friends, welcome to I Choose New World. ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പുഡിംഗ് ആണിത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ജെല്ലി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള വാട്ടർ ജെല്ലി മിക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 100 ഗ്രാമിന്റെ പാക്കറ്റ് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 100 ഗ്രാം ജെല്ലി പൗഡറിന് ഞാനിപ്പോൾ 2 കപ്പ് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫോട്ടോക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ, കുറച്ചും കൂടി റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലത്തെ കുറച്ച് പരന്നിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മിൽക്ക് പുഡിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് നമുക്ക് 1/4 കപ്പ് പാൽ അളന്നിട്ട് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. നമ്മൾ ഈ പുഡിംഗ് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ച് പാല് മാറ്റി വെക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ 10 ഗ്രാമിന്റെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 4 ഗ്രാമോളം ചൈന ഗ്രാസ് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുതിർത്ത് വെക്കാം. പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം അളന്ന് വെച്ചിട്ടുള്ള 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അതേസമയം തന്നെ നമുക്ക് 4 ഗ്രാം ചൈന ഗ്രാസ് മാറ്റി വെച്ചത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചൈന ഗ്രാസ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് തിളച്ചിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് പാലിലേക്ക് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ പാത്രത്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ജെല്ലി തയ്യാറായിട്ടുണ്ട്, സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ കുക്കീസ് കട്ടറാണ്, ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള കുക്കീസ് കട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിൽ ജെല്ലി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിൽ ജെല്ലി കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുഡിംഗ് എടുക്കാം. ഇപ്പോൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ജെല്ലി ഇതുപോലെ വെച്ച് കൊടുക്കാം. സെൻട്രലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ ഞാൻ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് മിൽക്ക് പുഡിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അതേസമയം തന്നെ നമുക്ക് ബാക്കിയുള്ള ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചൈന ഗ്രാസും പാലും ഇളക്കി കൊടുത്താൽ മതി. പാല് തിളക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചൈന ഗ്രാസ് തിളച്ച് മെൽറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സെൻറ്ററിൽ കറക്റ്റ് ആ ഹാർട്ടിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.